ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കോൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് 2 പാർട്ടുകളായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ള ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം, അതായത് നമ്മൾ കോൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീണ്ടും കോൺസെപ്റ്റ് മറിച്ച് നോക്കിയിട്ട് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാവരുത്. എങ്ങനെ ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കും, ദെൻ നമ്മൾ ചെയ്ത് നോക്കും. നമ്മൾ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് നമ്മൾ വീഡിയോസിലേക്ക് നോക്കും. അതിനുശേഷം നമ്മൾ ആ കോൺസെപ്റ്റ്, നമ്മൾ മറന്നുപോയ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓരോ ക്വസ്റ്റ്യൻ നോക്കുക, അതെവിടെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് മറിച്ച് നോക്കി ചെയ്യുന്ന പരിപാടി മതിയാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് യൂസ് ഉള്ളൂ. നമ്മൾ എത്രത്തോളം പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാൻ. എന്താണ്? ഒരു സംഖ്യയുടെ 5/1 ഭാഗം 60 ആയാൽ ആ സംഖ്യയുടെ 10/1 ഭാഗം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്, നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് എല്ലാ സ്റ്റെപ്പും ഒന്ന് എഴുതാൻ നമുക്ക് ചെയ്ത് പഠിച്ചു നോക്കണം. അപ്പോൾ അതും കൂടെ നമ്മൾ അറിയണം. സോ ഒരു സംഖ്യയുടെ 5/1 ഭാഗം 60 ആയാൽ ആ സംഖ്യയുടെ 10/1 ഭാഗം എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയുണ്ട്. നമുക്ക് ഇനി നമ്മൾ എന്താണ് സംഖ്യ എന്ന് എഴുതേണ്ടത്, നമുക്ക് എക്സും വൈ എടുത്തിട്ട് ചെയ്യാം. സോ ഒരു സംഖ്യയുണ്ട്, എക്സ് എന്നാണ് ആ സംഖ്യ പറയുന്നത്. ആ സംഖ്യയുടെ 5/1 ഭാഗം, സംഖ്യയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉഡേ ഇൻ്റെ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു ഇടും. സോ ആ സംഖ്യയുടെ, സംഖ്യ ഇൻറ്റു എത്ര ഭാഗം? 5/1 ഭാഗം 60 ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ സംഖ്യയുടെ 5/1 ഭാഗം 60 ആണ് എങ്കിൽ എന്താണ് ചോദ്യം? അതിൻ്റെ 10/1 ഭാഗം എത്ര എന്നാണ് ചോദ്യം. നോക്കാം. 5/1 ഭാഗം 60 എന്ന് പറയുമ്പോൾ എക്സ് എത്രയായിരിക്കും? ഈ 5 അങ്ങ് അപ്പുറത്ത് പോകും അല്ലേ? സോ 60 × 5 ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ 60 × 5 ആണ് ആ സംഖ്യ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഗുണിക്കാം, അല്ലെങ്കിൽ ഗുണിക്കാതെ ഇങ്ങനെ നെട്ടിരിക്കുകയും ചെയ്യാം. സംഖ്യ എക്സ് എത്ര കിട്ടി? 60 × 5. ഇനി ഇതിൻ്റെ 10/1 ഭാഗം, ഇതാണ് സംഖ്യ, അതിൻ്റെ 10/1 ഭാഗം. ഇനി സ്റ്റെപ്പ് ഒന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്ത് പോവാണ്. അപ്പോൾ സംഖ്യ കിട്ടി, മൾട്ടിപ്പിൾ ചെയ്യണമെന്നില്ല, ചെയ്യുകയും ചെയ്യാം, എങ്ങനെ വേണോ ചെയ്യാം. നമുക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ക്യാൻസൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഈ ക്വസ്റ്റൻ ആണെങ്കിൽ പിന്നെ എളുപ്പമാണ്, പക്ഷേ എല്ലാ ക്വസ്റ്റനും എളുപ്പമാണെന്നില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഗുണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ബെറ്റർ. അതിൻ്റെ കൂടെ ഇനിയും ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ അതുപോലെ തന്നെ വെച്ചു. ശരിയല്ലേ? അപ്പോൾ 10/1 സംഖ്യ ഇതാണ്, അതിൻ്റെ 10/1. സംശയം വരരുത്, സംഖ്യ കിട്ടി 10/1. നോക്കി, നമുക്കിതാ ഈ 0 വെട്ടിക്കളയാം. 6 × 5 30. സോ സംഖ്യ എത്രയാണ്? സംഖ്യ 30. സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇത്രയേ ഉള്ളൂ ചോദ്യം. ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. എന്താ പറയുന്നത്? താഴത്തെ പറയുന്നതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? വലുത് ചെറുത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചതാണ്, മറിച്ച് നോക്കരുത്. അത് എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതൊക്കെയാണ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്? 5/6, ദെൻ 7/8, ദെൻ പിന്നെന്താണ് 1/10, ദെൻ 2/15. ഇതല്ലേ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ചോദിക്കുന്നത്? ഇതിൽ വലിയ ഭിന്നസംഖ്യയാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് നോക്കി, ഛേദങ്ങൾ ഒരുപോലെയാണെന്ന് നോക്കും, ഛേദങ്ങൾ ഒരുപോലല്ല. അംശങ്ങൾ ഒരുപോലെയാണെന്ന് നോക്കും, അംശങ്ങൾ ഒരുപോലല്ല. ഡിഫറൻസ് നോക്കും, ഛേദം മൈനസ് അംശം. 6 - 5 1, 8 - 7 1, 10 - 9 15 - 2 എത്രയാണ്? 13. അപ്പോൾ നോക്കിയേ, ഡിഫറൻസ് എല്ലായിടത്തും ഒരുപോലെ അല്ല, പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഒരുപോലാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ വലുത് എന്ന് പറയാൻ പറ്റും. ഏതാണ്? വലിയ അംശവും ഒരേ വ്യത്യാസം ഒരുപോലാണെങ്കിൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? വലിയ അംശവും വലിയ ഛേദവും. രണ്ടിൽ ഏതാ വലുത്? 7 താഴെ 8, ഇതാണ് വലുത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ 7/8 നമുക്ക് ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഇതാണ് വലുത് ഇല്ലേ? ഇനി 3 ഉണ്ട്. അത് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ. അല്ല, വേറെ വഴിയില്ല. നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 10 × 7 70, 8 × 1 8. സോ ഇതിൽ ഏതാ വലുത്? ഇതിൽ വലുത് 70 അല്ലേ വലുത്. അതിന് താഴെ വന്നിരിക്കുന്നത് ഏതാണ്? 7/8. കോൺസെപ്റ്റ് പഠിച്ചത് കൊണ്ട് ഞാൻ സ്പീഡിനാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോസ് കണ്ടെങ്കിൽ മാത്രമേ പുതുതായിട്ട് പഠിക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് നമുക്ക് വളരെ കിട്ടി. ഇനി അതൊക്കെ ഇത് നമുക്ക് കളയാം അല്ലേ? വേണ്ട നമുക്ക്. അപ്പോൾ 7/8 ഉണ്ട്, ദെൻ 2/15 ഉണ്ട്. ഏതാ വലുതെന്ന് നോക്കണ്ടേ? നോക്കാം. 15 × 7 ഗുണിക്കണം, 8 × 2 ഗുണിക്കണം. നമുക്കറിയാം 8 × 16 8. 15 എന്താണെങ്കിലും വലുതാണ്. സോ വലുത് ഏതാണ്? 7/8 ആണ്. ഗുണിച്ചൊന്നും നോക്കണ്ട, വെറുതെ സമയം കളയണ്ട. എന്തിനാണ് ഗുണിച്ച് സമയം കളയുന്നത്? വേണമെങ്കിൽ ഗുണിച്ച് നോക്കിക്കോളൂ. 7/8 ആണ് വലുത്. സോ ആൻസർ എന്താണ്? 7/8. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് ഒന്ന് നോക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. അടുത്ത വരാമല്ലോ. എന്താ പറയുന്നത്? ഒരു സംഖ്യയുടെ 3/1 ഭാഗം 40 ആയാൽ ആ സംഖ്യയുടെ 2/1 ഭാഗം എത്ര എന്നാണ് ചോദ്യം. നമ്മൾ ഈ പറഞ്ഞ അതേ ചോദ്യം. ഒരു സംഖ്യയുടെ 3/1 ഭാഗം 40 ആയാൽ ആ സംഖ്യയുടെ 2/1 ഭാഗം എന്തെന്നുള്ള ചോദ്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞ അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒരു സംഖ്യയുടെ 3/1 ഭാഗം 40. അപ്പോൾ ഒരു സംഖ്യയുടെ 3/1 ഭാഗം 40. സോ സംഖ്യ നമുക്ക് എക്സ് എടുക്കാം, അതിൻ്റെ 3/1 ഭാഗം 40. ശരിയല്ലേ? എങ്കിൽ എന്താണ് സംഖ്യ? എന്തായിരിക്കും? 3 × 40. അതിൻ്റെ 2/1 ഭാഗമല്ലേ ചോദ്യം? 2/1. ഇത് നമ്മൾ വെട്ടുമ്പോൾ 20 എന്ന് കിട്ടും. 20 × 3 60 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അത് കിട്ടില്ലേ ആൻസർ എന്ന് പറയുന്നത്?
സിമ്പിളായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഒരേപോലത്തെ 2 ക്വസ്റ്റ്യൻ ആണ്, 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പഠിച്ചു. 60 ആൻസർ. അടുത്തിലേക്ക് വന്നേ, 4ാമത്തെ ചോദ്യം എന്താണ്? x/y = 3/5 ആയാൽ x+y/x-y എന്ത് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? x/y = 3/5 അല്ലേ? x/y = 3/5 ആണ് എങ്കിൽ x+y/x-y. ഞാനിതിൻ്റെ റിയൽ മെത്തേഡ് വേണമെങ്കിൽ പറയാം, റിയൽ മെത്തേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിവേ നമുക്ക് രണ്ടോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, ഡയറക്റ്റായിട്ട് ചെയ്യുന്ന മെത്തേഡ്. അതായത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യുന്ന മെത്തേഡ് എത്രയേ ഉള്ളൂ? എക്സിന് തുല്യമായിട്ടുള്ളത് 3 എന്നും 5 വൈക്ക് തുല്യമായിട്ട് 5 എന്നും എടുക്കുക. അത്രേ ഉള്ളൂ. എക്സിന് നേരെ 3 അല്ലേ, വൈക്ക് നേരെ 5 അല്ലേ? അപ്പോൾ എന്താ പറയുക? 3 + 5 / 3 - 5. 3 - 5 അല്ലേ, 3/5 അല്ലേ പറഞ്ഞത്? 3/5 തന്നെയാണ്. സോ നോക്കി, ഇതിങ്ങനെയല്ലേ. അപ്പോൾ കാര്യം എന്താണ്? എക്സിന് പകരം 3ഉം വൈക്ക് പകരം 5. അപ്പോൾ ഞാൻ എക്സിന് പകരം 3 ഇട്ട് കൊടുത്തു, വൈക്ക് പകരം 5 ഇട്ട് കൊടുത്തു. എക്സിന് പകരം 3 ഇട്ട് കൊടുത്തു, വൈക്ക് പകരം 5 ഇട്ട് കൊടുത്തു. നോക്കി, 3 + 5 8 / 3 - 5 എങ്ങനെ ചെയ്യും? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. സോ -2 അല്ലേ വരിക? 8/2 4 എന്നല്ലേ വരിക? ഫ്രണ്ടിൽ ഒരു മൈനസ് ഇല്ലേ? സോ -4 എന്ന ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ആൻസർ -4 എന്ന ഓപ്ഷൻ ആൻസറിലുണ്ട്. സോ -4 ആണ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ ഈ കോൺസെപ്റ്റ്? ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് ഇങ്ങനെ അല്ല കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ റേഷ്യോ ഒക്കെ എടുത്ത് x = 3 x എന്നോ ഒക്കെ എടുത്ത് ചെയ്യുന്ന മെത്തേഡാണ്. വിട്ടേക്കാം, നമുക്ക് അന്ന് പറഞ്ഞ വേറെ സമയങ്ങൾ. നമുക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ, PSC അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഡയറക്റ്റ് എടുക്കുന്നു, ചെയ്യുന്നു, പ്രശ്നമില്ല. 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 4ൽ എത്ര മാർക്കെന്ന് ഓർത്ത് വെച്ചോളുക. അടുത്ത എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏത് എന്ന് ചോദിക്കുന്ന ചോദ്യം. നോക്കി, 8/11, ദെൻ 4/9, ദെൻ അടുത്ത ഏതാ? 13/17, ദെൻ നെക്സ്റ്റ് വരുന്നത് 5/11. ഇതാണ് 4 ഓപ്ഷൻ. ഇതിൽ ഏതാണ് വലുതെന്നാണ് ചോദ്യം. നമ്മളെന്താണ് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് അല്ല, പക്ഷേ 2 സ്ഥലങ്ങളിൽ ഛേദങ്ങൾ ഒരുപോലെ ഉണ്ട്. എന്താ ചോദിച്ചാൽ വലുതോ ചെറുതോ ചോദിക്കുന്നത്? ചെറുതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ 2 സ്ഥലത്ത് ഛേദങ്ങൾ ഒരുപോലുണ്ട്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? പഠിച്ച കോൺസെപ്റ്റ് എന്താണ്? ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താണ്? ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടോ? ഛേദം ഒരുപോലെ എങ്ങനെ ചെയ്യുന്നത്? ഇത് ആകെ 11 ഭാഗങ്ങളുള്ള 8 ഭാഗം ഒരാൾക്ക് കിട്ടി. ഇപ്പോൾ ഒരു സാധനത്തിനെ 11 ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. ഒരു കേക്കിനെ 11 ഭാഗമാക്കി വെച്ചിരിക്കുന്നു. അതിൽ 8 പീസ് ഒരാൾ എടുക്കുന്നു. ഇവിടെ നോക്കിയേ, 11 പീസുകൾ ഇരിപ്പുണ്ട്, അതിൽ 5 ഭാഗം ഒരാൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ചെറുതല്ലേ ആവശ്യം? ഏതായിരിക്കും ചെറുത്? 11 പീസുകളിൽ 5 എടുത്ത ആൾക്കാണോ 11 8 എടുത്ത ആൾക്കാരാണോ കൂടുതൽ കിട്ടുക? 8 എടുത്ത ആൾക്കാരാണ് കൂടുതൽ കിട്ടുക. സോ 11 5 അല്ലേ? ഇത് നമ്മൾ അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ വലുത് എന്തായിരിക്കും? വലിയ അംശമുള്ളത് വലുത്, ചെറിയ അംശമുള്ളത് ചെറുത് എന്നും പഠിച്ചു വെച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് നന്നായിട്ട് നോക്കിയിട്ടേ പഠിക്കാൻ പാടുള്ളൂ, കൺഫ്യൂഷൻ ആവരുത്. സോ ഇതിൽ ചെറുതാണ് ക്വസ്റ്റ്യൻ ചോദ്യം. സോ ഇതാണ് ചെറുത്. നമുക്ക് ഇതിനെ അങ്ങ് കളയാം. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിയാൽ ഇതിൽ ഛേദങ്ങൾ ഒരുപോലല്ല, അംശങ്ങൾ ഒരുപോലല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡിഫറൻസ് നോക്കും. 9 - 4 5, 13 - 4 12 6 ഒന്നും ഒരുപോലെ അല്ലേ? സോ ഈ മെത്തേഡ് പറ്റില്ല. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷനേ പറ്റുള്ളൂ. നോക്കാം, ക്രോസ് ചെയ്യണം. ഇങ്ങനെ 17 × 4, 17 × 2 എന്ന് പറയുന്നത് 34 എന്ന് കിട്ടും. 34 68 എന്ന് കിട്ടും അല്ലേ? 3 9 27, 1 9 9 2 117. സോ ചെറുത് ഏതാണ്? 4/9. ചൂസ് ചെയ്യാം. 4/9. ഇനിയുള്ളത് ആരാണ്? 5/11. ക്രോസ് ചെയ്യാം. 11 4 44, 9 5 45, സോറി 45 അല്ലേ? ചെറുതാണ് ചോദ്യം. സോ 4/9 ആണ് ആൻസർ. അപ്പോൾ അതിൽ ചെറുത് 44 ആയതുകൊണ്ട് അതിന് താഴെ ചെറുത് വരും. 40 45 അല്ലേ കിട്ടിയത്? 44 ചെറുത്. സോ 4/9 ആണ് ആൻസർ. കിട്ടിയെന്ന് തോന്നുന്നു. സോ ആൻസർ 4/9 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അടുത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്തത്? തുക കാണാനുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? 1/3 + 1/5 + 1/6 ഇങ്ങനെയാണെന്ന് തോന്നുന്നു ചോദ്യം. 1/3 + 1/5 + 1/6. LCM എടുത്ത് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോകാം, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരുപോലെ ഛേദങ്ങൾ ഒരുപോലെ ആക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകാം. നോക്കിയാൽ 3 5 6 ഉണ്ട്. ഒന്നുകിൽ LCMലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് നമ്മൾ എല്ലാ മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്ത മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്, LCM എടുത്ത് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, ഛേദങ്ങൾ ഒരുപോലെ ആക്കുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യാം, അത് ചെയ്യാം. ഓക്കെ, ഇതെല്ലാത്തിനും ഛേദം ഒരുപോലെ ആക്കണം. സോ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 6 ആണ് ഏറ്റവും വലുത്. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുന്നത് 30 ആയിരിക്കും. എല്ലാത്തിനെയും 30 ആക്കാൻ പറ്റും അല്ലേ? മീൻസ് LCM 30 ആണ്. അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഞാൻ എല്ലാത്തിനും ഛേദം 30 ആക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതിനെ 30 ആക്കാൻ എന്ത് ചെയ്യും? 10 കൊണ്ട് ഗുണിക്കും, മുകളിലും 10 കൊണ്ട് ഗുണിക്കും. ഇവിടെ 30 ആക്കാൻ 6 കൊണ്ട് ഗുണിക്കും, മുകളിലും 6 കൊണ്ട് ഗുണിക്കും. ഇവിടെ 30 ആക്കാൻ 5 കൊണ്ട് ഗുണിക്കും, മുകളിലും 5 കൊണ്ട് ഗുണിക്കും.
കോൺസെപ്റ്റ് കുറച്ച് സ്പീഡിന് പറയുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ 15 നമ്മളിപ്പോൾ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ 2 എപ്പിസോഡും കാണുക. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻസും വലിയ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അങ്ങോട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് അയ്യോ ഇതൊക്കെ സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് പോകരുത് കേട്ടോ. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10/30 എന്താ വരിക? 6/30. എന്താ വരിക? 5/30 അല്ലേ? നോക്കി എല്ലാം കൂടെ ഛേദം ഒരുപോലെ അല്ലേ? ഛേദം അതുപോലെ നമ്മൾ എഴുതി വയ്ക്കുകയാണ്. കൂട്ടുന്നു 16 5 21. കാര്യം ഛേദങ്ങൾ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടില്ല. ഛേദം ഒരുപോലെ ആയ ഛേദം അവിടെ വയ്ക്കുന്നു, അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു, കഴിഞ്ഞു. 21/30 ഉണ്ടോ നോക്കി ഓപ്ഷനിൽ? 21/30 എന്നൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആൻസർ കൊടുത്തേക്കുന്നത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെയാണ്? 21-നെ നമ്മൾ എന്ത് ചെയ്യും? 21-നെ നമ്മൾ 30 കൊണ്ട് ഹരിക്കും. ഇങ്ങനെയല്ലേ? സോ 21-നെ 30 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനല്ലേ പറഞ്ഞേക്കുന്നത്? എവിടെയാണ്? സോ ആൻസർ എവിടെയാണ്? 21. സോറി ആൻസർ ഓപ്ഷൻ മാറിപ്പോയി കേട്ടോ. സോറി എൻ്റെ മിസ്റ്റേക്കാണ്. സോറി നോക്കി 21/30 അല്ലേ? നമുക്കിതിനെ എന്ത് ചെയ്യാം? നമുക്കിതിനെ കട്ട് ചെയ്യാം. 7 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? സോറി 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 7 3 21 10. 7/10 ആൻസർ ഉണ്ടോ നോക്കി? ഞാൻ നോക്കി ഓപ്ഷൻ വേറെ ക്വസ്റ്റ്യൻ ആയിപ്പോയതാണ് കേട്ടോ. സോറി 7/10 ആൻസർ ഉണ്ട്. സോ 7/10 എന്നൊരു ആൻസർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. ഓക്കെ, എനിവേ സിമ്പിൾ അല്ലേ? 7/10 ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്ഷനിലുണ്ട്, ആൻസർ ഓക്കെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് എന്താണ് പറയുക? വലുതേത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റും നമ്മൾ കുറച്ച് ചെയ്യുവാണേൽ. നോക്കി √4 ബൈ എത്രയാണ്? 4. √3/3. ദെൻ അടുത്ത ആരാണ്? √5/5. ദെൻ നെക്സ്റ്റ് വൺ ആരാണ്? √2/2. ദെൻ √6/4. ഓക്കെ, ഇതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ വലുത് എന്നാണ് ചോദ്യം അല്ലേ? സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം റൂട്ട് കിടക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റില്ല. വലുതേത് ചെറുതെന്ന് ഭിന്നസംഖ്യ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ റൂട്ട് കിടപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ക്വസ്റ്റ്യൻ വേണം, റൂട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേണം. നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. സ്ക്വയർ. ഓക്കെ, അല്ലാണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും കേട്ടോ. √4 4 കട്ട് ചെയ്ത് 1/√4 എന്നൊക്കെ എഴുതാൻ പറ്റും. വിട്ടേക്കാം, പോട്ടെ. √4 നമുക്ക് 2 എന്ന് എഴുതാനും പറ്റും. എനിവേ നമുക്ക് വിട്ടേക്കാം. നമുക്ക് സ്ക്വയർ എടുത്ത് എല്ലാ സ്ക്വയർ എടുത്തങ്ങ് പോട്ടെ. എന്ത് വരും? എപ്പോഴും ഓർമ്മിക്കുക, റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോയിട്ട് ബാക്കി നമ്പർ ആയിരിക്കും വരിക. കണ്ടോ? √4ൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? റൂട്ട് അങ്ങ് പോയിട്ട് ബാക്കി വന്നു. താഴെ ആരാ? 4ൻ്റെ ഈ √4/4 ഹോൾ സ്ക്വയർ ആണ്. എന്താ ഹോൾ സ്ക്വയർ ഉദ്ദേശിക്കുന്നത്? താഴെയും സ്ക്വയർ എടുക്കണം, മുകളിലും സ്ക്വയർ എടുക്കണം. ഞാൻ താഴെ സ്ക്വയർ എടുത്തപ്പോൾ എത്ര വരും? 16 എന്ന് വരും കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ √3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോയി 3 എന്ന് വന്നു. 3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 9 വന്നു. √5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 എന്ന് വരും, റൂട്ട് പോവും. 5ൻ്റെ സ്ക്വയർ 25. ഇവിടെ നോക്കി, √2ൻ്റെ സ്ക്വയർ 2, കാര്യം റൂട്ട് പോയി. ബൈ താഴെ 4, കരിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ? √6ൻ്റെ സ്ക്വയർ 6/16. ഓക്കെ അല്ലേ? നമുക്ക് കട്ട് ചെയ്യാം. ഇത് 1/4, ഇത് 1/3, ഇത് 1/5, ഇത് 1/2. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3/8 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. 1/4, 1/3, 1/5, 1/2, 3/8. ഏതാ വലുതെന്നാണ് ഇതിൽ പ്രത്യേകം നോക്കിയേ. ഈ 4 എണ്ണത്തിലെ അംശങ്ങളെല്ലാം ഒരുപോലാണ്. അംശങ്ങൾ സെയിം ആണ്. അംശങ്ങൾ സെയിം നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്? 1നെ 4ആയിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗം 1നെ 4ആയി ഭാഗിക്കുന്നു, 1നെ 3ആയി ഭാഗിക്കുന്നു, 1നെ 5ആയി ഭാഗിക്കുന്നു, 1നെ 2ആയി ഭാഗിക്കുന്നു. എങ്ങനെ ചെയ്യുന്നു? ഒരു കേക്കിനെ 4 ഭാഗങ്ങളാക്കുമ്പോൾ, ഒരു കേക്കിനെ 3 ഭാഗങ്ങളാക്കുമ്പോൾ, ഒരു കേക്കിനെ 5 ഭാഗങ്ങളാക്കുന്നു, ഒരു കേക്കിനെ 2 ഭാഗങ്ങളാക്കുന്നു. ഏതായി? ക്വസ്റ്റ്യൻ വലുത് ചെറുത് ചോദിക്കുന്നത് വലുതാണല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കേക്കിനെ 4 പീസാക്കി ഒരേ സൈസിലുള്ള 4 കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ല, ഒന്നാമത്തെ കേക്കിന് ഒരേ സൈസാണ്. ഒന്നാമത്തെ കേക്കിനെ ഞാൻ 4 പാർട്ടാക്കുകയാണ്, 4 പീസാക്കി. രണ്ടാമത്തെ കേക്കിനെ 3 പാർട്ടാക്കുന്നു, അടുത്തതിനെ 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു, ഒന്നിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും വലിയ പീസ് വരുന്നത് എവിടെയായിരിക്കും? 2 ആക്കുമ്പോഴായിരിക്കും. ശരിയല്ലേ? 4 ആക്കുമ്പോൾ 4 ചെറിയൊരു പീസ് ആവുമല്ലേ? 2 ആകുമ്പോൾ നമുക്ക് ഒരു പീസ് ആണെങ്കിൽ വലിയ പീസ് കിട്ടുന്നു. ഇതല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്? അംശങ്ങൾ ഒരുപോലെയാണ് എങ്കിൽ ഛേദം ചെറുത് ഏതാണോ അതായിരിക്കും വലുത്. അംശങ്ങളെല്ലാം ഒരുപോലെ അല്ലേ? ഛേദം ചെറുത് ഏതാണ്? 2 അല്ലേ? അതായിരിക്കും വലുത്. അപ്പോൾ ഇതിൽ വലുതായിരിക്കും. ഈ 4 എണ്ണത്തിൽ വലുത് ഇതാണ്. ഇതെല്ലാം കളയാം.
ഇനി ഇത് രണ്ടിൽ ഏതാ വലുത് എന്നുള്ളതാണ് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ക്രോസ് ചെയ്താൽ മതി. ഒരുപോലെ അല്ലല്ലോ ക്രോസ് ചെയ്യാം. എങ്ങനെയാണ്? 8 6 ആരാ വലുത്? 8/8 താഴെയല്ലേ വലുത്? 1/2 വലുത്. സോ ഓപ്ഷൻ 1/2 നോക്കിയേ. 1/2 ഓപ്ഷൻ 1/2 ഓപ്ഷൻ. സോ ആൻസർ 1/2 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? ഒരു വേർഡ് പ്രോബ്ലം ആയിട്ട് തന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാതെ ഒരു വേർഡ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുകയാണ്. എന്താണ്? രാജു 15.5 രൂപയ്ക്ക്, അങ്ങനെ തന്നെ വായിക്കാം, 15.5 രൂപയ്ക്ക് ഒരു നോട്ട്ബുക്കും 4.73 രൂപയ്ക്ക് ഒരു പേനയും വാങ്ങി. എന്നാൽ ആകെ ചിലവായ തുക എന്ത്? അപ്പോൾ എന്തായിരിക്കും? ആകെ ചോദിക്കുന്നത് കൂട്ടാനാണ്, സങ്കലനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് പ്ലസ്സിൽ ചോദിക്കുന്നത് പകരം ഒരു വേർഡ് പ്രോബ്ലം ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എന്താണ്? ആകെ 15.5 അല്ലേ? 15ഉം 2-1 പ്ലസ് അതിനോടൊപ്പം എന്ത് വരണം? 4-7-3 4-7-3. ഓക്കെ, ഇത് 100 കൂട്ടും ആൻസർ കിട്ടും. നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച പോലെ പെട്ടെന്ന് ചെയ്യാം. 15 19 എഴുതുന്നു. ബാക്കി ആരാ? 1/2 പ്ലസ് 3/7. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 19ഉം 7 പ്ലസ് 7 പെട്ടെന്ന് വിളിച്ച് നോക്കിയേ. ഇത് 7 അല്ലേ? ഇത് 6 അല്ലേ? സോ 7 6 13 അല്ലേ? ബൈ 14. 2 × 7 മറന്നോ? ഒന്നും മറന്നില്ലല്ലോ, നമ്മൾ ചെയ്തല്ലേ. സോ 7 6 13/14. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 19ഉം 13/14. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ. 19ഉം ഇതിന് എത്രയാണ്? 13/14. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ എന്താണ്? 19ഉം 13/14. ഓക്കെ അല്ലേ? അത് സിമ്പിൾ ചോദ്യമാണ്. അത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതിനടുത്തൊരു ചോദ്യം നോക്കിയേ. ഒരു കോൺസിക്യൂട്ടീവായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് പോയി. 1/2 2 2/3 3/4 4/5 5/6 എതിരെ പോയിട്ടുണ്ട് 7/8 വരെ അല്ലേ? സോ 6/7 7/8. ഓക്കെ, ഇത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്ക് എപ്പോഴും അംശവും ഛേദവും തമ്മിൽ വെട്ടിക്കളയാൻ പറ്റും, ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെട്ടിക്കളയാൻ പറ്റും അല്ലേ? നോക്കിയേ, ഈ രണ്ടും വെട്ടിപ്പോവില്ലേ? ഈ 3 വെട്ടി പോവില്ലേ? 4 4 പോവില്ലേ? 5 5 പോവില്ലേ? 6 6 പോവില്ലേ? എന്താ 7 7 പോയില്ലേ? ഇനി ആൻസർ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓപ്ഷനിൽ 8 എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ ആൻസറിനകത്ത്. ചിലപ്പോൾ എനിക്കിത് അറിയില്ല ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. 8 ആൻസർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ചിലപ്പോൾ 8 കണ്ടിട്ടേ ആൻസർ 8 എന്ന് കയറി എഴുതി കളയും. ഓപ്ഷനിൽ 8 കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 8 അല്ല. കാര്യം എന്താണ്? ഈ 8 കിടക്കുന്നത് എവിടെയാണ്? ഛേദത്തിലാണ്. മുകളിൽ ആരുണ്ട്? ഒരു അംശമുണ്ട്. സോ 1/8 ആണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ? അങ്ങനെ തന്നെ ചിന്തിക്കണം, അങ്ങനെ തന്നെ എഴുതുകയും ചെയ്യണം. ഇതിനകത്ത് ഓപ്ഷനിൽ 8 കൊടുത്തിട്ടില്ല. ഇൻ കേസ് അവർ 8 കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യത. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു 8 മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ 1 അല്ലേ? 1 × 8 8 അല്ലേ എന്ന് കരുതി 8 എന്ന് എഴുതുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തെറ്റ് വരുത്തരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത ഇവരെന്താണ്? 3ഉം 8-1 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 8-5 കിട്ടും? നല്ല ചോദ്യം, എക്സാമിന് ചോദിക്കുന്ന ടൈപ്പിലുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3ഉം 8-1 എന്തുകൊണ്ട് ഹരിച്ചാൽ 8-5 കിട്ടും എന്നാണ്. ഞാനിത് മുന്നേയും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? സംഖ്യകൾ തമ്മിൽ ഹരിക്കും. ഇങ്ങനെ എന്തെങ്കിലും മിക്സഡ് ഫ്രാക്ഷനോ ഡെസിമലോ ദശാംശമോ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതുപോലെ ചോദ്യങ്ങൾ. എന്ത് കൂട്ടിയാൽ മറ്റത് കിട്ടും, എന്ത് കുറച്ചാൽ അത് കിട്ടും, എന്തുകൊണ്ട് ഗുണിച്ചാൽ അത് കിട്ടും, എന്തുകൊണ്ട് ഹരിച്ചാൽ ഇത് കിട്ടും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടില്ല. അതായത് നമുക്കറിയാം ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുകയോ ഗുണിക്കുകയോ എന്തോ ആണ് ചെയ്യേണ്ടത്, ഏതാണെന്ന് ഐഡിയ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ജനറലൈസ് ചെയ്തൊന്ന് ചിന്തിക്കണം അല്ലേ? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഇതേ പാറ്റേൺ എടുക്കാം. നമുക്ക് എന്താണ്? 3ഉം 8-1 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അല്ലേ എന്ത് കിട്ടും? 8-5 കിട്ടും. അപ്പോൾ ഇതിനെ എന്തോ കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് കിട്ടും എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 10നെ എന്തുകൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും എന്നാണ് ചോദ്യം. 10നെ എന്തുകൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും? നമുക്കറിയാം 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 5 കിട്ടുന്നത്. നമുക്കത് അറിയില്ല. ഇത് ഏതാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? 10നെ എന്തുകൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും? നമ്മൾ എന്ത് ചെയ്താൽ മതി? 10നെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ അല്ലേ? 10നെ 5 ഹരിച്ചാൽ പോരെ, അല്ലെങ്കിൽ 10നെ എങ്ങനെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ? അപ്പോൾ നമുക്ക് 2 കിട്ടുന്നത്. സോ അത്രയേ ഉള്ളൂ. ഇതേ കോൺസെപ്റ്റ് 3ഉം 8-1 എന്തുകൊണ്ട് ഹരിച്ചാൽ 5/8 കിട്ടും? 10നെ എന്തുകൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 10നെ 5 കൊണ്ട് ഹരിച്ചു. സോ നമ്മൾ ഇതിനെങ്ങനെ ഹരിക്കും? അപ്പോൾ എന്താ ചെയ്യണം? 3ഉം 1/8 എന്തുകൊണ്ട് ഹരിക്കുന്നു? 5/8 കൊണ്ട് ഹരിക്കുന്നു. എങ്ങനെയാണ്? ഇതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി നമ്മൾ എന്തിലോട്ട് മാറ്റും? വിഷമഭിന്നത്തിലേക്ക് മാറ്റും, ഇംപ്രോപ്പറിലേക്ക് മാറ്റും. എങ്ങനെയാണ്? ഇങ്ങനെ 3 × 24 + 1 25/8 എഴുതിയില്ലേ? ഭിന്നസംഖ്യ ഹരിക്കാൻ എന്താ ചെയ്യുന്നത്? ഹരണം മാറ്റിയിട്ട് തിരിച്ചിട്ട് ഗുണിക്കും. അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കും. 5/8 എങ്ങനെ എഴുതി? 8/5 എഴുതി. ആ 8 8 വെട്ടിപ്പോയില്ലേ? 5 25 കീച്ചി കൂടെ നമ്മൾ കീച്ചി കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 5. ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഓപ്ഷനിൽ 5 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ 5 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തിട്ട് പോവാം. നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. നോക്കി 8/25 ഡിവൈഡ് ബൈ എന്താ വരിക 2/5 ഡിവൈഡ് ബൈ 1/3. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഹരണങ്ങൾ ഒരുമിച്ച് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതിയിട്ട് അടുത്ത ഗുണനമാക്കി തിരിച്ചിടും 5/2, അടുത്തതും ഗുണനമാക്കി തിരിച്ചിടും 3/1. ഓക്കെ അല്ലേ? വെട്ടാൻ പറ്റുന്ന നോക്കി 5ഉം 25ഉം വെട്ടും 5, 2ഉം 8ഉം വെട്ടും 4. ഇത് വെട്ടാനുണ്ടോ? ഇല്ല. അപ്പോൾ 4 × 3 12, താഴെ 5, സോ 12/5. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി? 12/5 ഓപ്ഷൻ 12/5 ഓപ്ഷൻ ഇല്ല, പകരം മിക്സ് ഫ്രാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 12/5 മിക്സ് ഫ്രാക്ഷൻ ആക്കുന്നു. 2 5 10, ബാലൻസ് 2. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 2 എഴുതുന്നു, വരയിടുന്നു, കറങ്ങി ഇവിടെ വരുന്നു, മുകളിൽ എഴുതുന്നു, അവിടെ നിന്ന് കറങ്ങി ഇവിടെ പോകുന്നു, താഴെ എഴുതി. 2ഉം 2/5 ഓപ്ഷൻ ഉണ്ടോ നോക്കി? 2ഉം 2/5 ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ അടുത്തൊരു നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നോക്കി 1 ബൈ ഹോൾ ഡിവൈഡ് ബൈ. ഇനി എന്താ പറയുന്നത്? താഴെ പറഞ്ഞിരിക്കുന്നത് 1 + 1 ബൈ എന്താണ് അടുത്ത താഴെ 1 + ½ അല്ലേ? എത്ര എന്നാണ് ചോദ്യം? ഇങ്ങനെയല്ല ചോദ്യം, ഇങ്ങനെയാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. 1 ബൈ 1 + 1 ബൈ 1 + ½. നമുക്ക് തുടങ്ങാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഈ 1 അതുപോലെ ഇട്ട് വയ്ക്കാം. നമുക്ക് ഈ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? 1 + 1 ബൈ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാം. 1 + ആരാ അല്ലേ? 1 + ആരാ? എത്രയാണ്? 1.5 ആണ്. 1.5 നമുക്ക് 3/2 കാര്യം 3ന്റെ പകുതി 1.5 അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും. കാര്യം ആലോചിച്ച് നോക്കിയേ, 1 + ആരാ? 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയല്ലേ? അതായത് 3/2 നമുക്ക് എഴുതാൻ പറ്റും. കണ്ടോ? ശരിയല്ലേ? അങ്ങനെ എഴുതിയാൽ ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ കുറച്ച് നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. എങ്ങനെയാണ് നോക്കി? 2 × 1 2 + 1 × 1 1. ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. 2 × 1 2 + 1 × 1 1 ബൈ താഴെ 2. കൺഫ്യൂഷൻ ആവരുത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാലും പഠിച്ചോളാം. ഇത് നമുക്ക് ബാക്കി നോക്കാം. = 1/1 നോക്കിയേ 1/2 + 1 3 3/2 കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം. നോക്കിയേ 1/1 ഇതിന്റെ മീനിങ് എന്താണ്? 1/, ഒരു സംഖ്യയുടെ അർത്ഥം ആ സംഖ്യയുടെ വിൽക്രമം എന്നാണ്. വിൽക്രമം 1/3/2. അപ്പോൾ 1/, എവിടെ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആ സംഖ്യ തിരിച്ചങ്ങ് എഴുതിയാൽ മതി 2/3. അതായിരിക്കും ആൻസർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. 1/3/2 അല്ലേ? ഭിന്നസംഖ്യ ഇതൊരു ഭിന്നസംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ. ഹരിക്കാൻ എൻ്റെ വന്നേക്കുന്നത് എന്താ ചെയ്യുക? 1 ഇവിടെ വെച്ചിട്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യ വെച്ചിട്ട് ഗുണനചിഹ്നമാക്കും, ഹരണം മാറ്റിയിട്ട് ഇതിനെ തിരിച്ചിടും. അതായത് 2/3 ആവും. ശരി. 1/2 2/3 2 ഗുണിക്കുമ്പോൾ എന്ത് വരും? ഗുണിക്കുമ്പോൾ 2/3 തന്നെ വരും. ശരിയല്ലേ? അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. എവിടെയെങ്കിലും 1/, ഒരു ഭിന്നസംഖ്യയാണ് എന്ത് ചെയ്താൽ മതി? തിരിച്ചങ്ങ് എഴുതിയാൽ ആൻസർ ആവും. ഓക്കെ അല്ലേ? ഇനി ബാക്കി നോക്കാം. നോക്കി ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും ക്രോസ് ചെയ്യും. താഴെ 1/, നോക്കി 3 × 1 3 + 1 × 2 2 ബൈ 3 × 3 സോറി 1 × 3 3. അതായത് 1/, എന്ത് വരും? 3 + 2 5 5/3. വീണ്ടും 1/, വന്നേക്കുന്നത് 1/, നമ്മൾ തിരിച്ചിടും 3/5 അല്ലെ? 5/3 തിരിച്ചിടുമ്പോൾ 3/5. ഓപ്ഷൻ ഉണ്ട് നോക്കി 3/5. ഓപ്ഷനിൽ 3/5 ഉണ്ട്. സോ ആൻസർ ഈസ് 3/5 എന്നാണ് ആൻസർ. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. അടുത്ത നല്ലൊരു ചോദ്യമാണ്. 10 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ രാജു മനസ്സിലാക്കി തൻ്റെ യാത്രയുടെ 5/3 ഭാഗം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത്. എന്നാൽ യാത്രയുടെ ആകെ ദൂരം എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ രാജു മനസ്സിലാക്കിയത് എന്താണ്? തൻ്റെ യാത്രയുടെ 5/3 ഭാഗം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10 കിലോമീറ്റർ രാജു സഞ്ചരിച്ചു അല്ലേ? അപ്പോൾ ആകെയുടെ 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അതായത് ഇനി എന്ത് ചെയ്തു? രാജു എന്താ മനസ്സിലാക്കിയത്? 5/3 ഭാഗം ഇനിയും അവശേഷിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യണം. പെട്ടെന്ന് കത്താൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇന്ന് പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? രാജു ഇപ്പോൾ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആകെ യാത്ര എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആകെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ 10 കിലോമീറ്റർ രാജു ട്രാവൽ ചെയ്തു. അത് എന്താണ്? ഇനി എന്ത് അവശേഷിക്കുന്നത്? ഇനി യാത്രയുടെ 5/3 ഭാഗം ഇനിയും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി അവശേഷിക്കുന്ന എത്ര ഭാഗമാണ്? 5/3 ഭാഗമാണ്. എങ്കിൽ എത്രയാണ് രാജു നടന്നതെന്ന് നമ്മൾ ആലോചിക്കാം. അതായത് രാജു കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ പാർട്ട്, അതിൻ്റെ ഭാഗം എത്രയാണെന്ന് മനസ്സിലാക്കുക. തന്നിരിക്കുന്നത് യാത്ര ചെയ്ത് കഴിഞ്ഞതാണ് 10 കിലോമീറ്റർ. ശരിയല്ലേ? ഇനി കഴിയാനുള്ള ഭാഗം ഭിന്നസംഖ്യയാണ് പറഞ്ഞിരിക്കുന്നത് 5/3 എന്ന് പറയുന്നത്. എങ്കിൽ രാജു ട്രാവൽ ചെയ്തത് എത്ര ഭാഗമായിരിക്കും? അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഈ 5/3 ഭാഗം ഇനി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര ഉണ്ടെന്നാണ്? ആകെ 5/5 ഉണ്ടെന്നാണ്.
ആകെ ഇപ്പോഴും 5-ൽ 5 ഇനി 10-ൽ 2 എന്ന് പറഞ്ഞിരുന്നാൽ ബാക്കി മൊത്തം എപ്പോഴും 10-ൽ 10 അപ്പോൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിൽ ആകെ എന്ന് പറയുന്നത് 5-ൽ 5. ഓക്കെ, അതാണ് ഒന്നെന്ന് പറയുന്നത്. ഒന്ന് ആകെ ഒരു ഭാഗം, അതിൽ 5-ൽ 3 ഭാഗം ഇനി സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അതിലാകെ 5-ൽ 5 ആയപ്പോൾ സഞ്ചരിച്ച ഭാഗം എത്രയായിരിക്കും? സഞ്ചരിച്ച ഭാഗം 5-ൽ 2 ആയിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5-ൽ 5 ഭാഗം ആകെ സഞ്ചരിക്കണം, അതിൽ 5-ൽ 3 ഭാഗം രാജു സഞ്ചരിച്ചു കഴിഞ്ഞു. സഞ്ചരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി സഞ്ചരിക്കാൻ 5-ൽ 3 ഭാഗമുണ്ട്. അപ്പോൾ സഞ്ചരിച്ച ഭാഗം എത്രയായിരിക്കും? 5-ൽ 2 ആയിരിക്കും. എങ്കിലല്ലേ ഇനി സഞ്ചരിക്കാനുള്ള 5-ൽ 3ഉം സഞ്ചരിച്ച 5-ൽ 2 കൂടുമ്പോൾ 5-ൽ 5 ആവുള്ളൂ. ക്ലിയർ ആയോ? അത് എപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5-ൽ 5, 6-ൽ 6, 10-ൽ 10, 100-ൽ 100 അങ്ങനെയായിരിക്കും. അപ്പോൾ മൊത്തം 5-ൽ 5 ഉണ്ട്, അതിൽ 5-ൽ 3 സഞ്ചരിക്കാനുണ്ട്. സഞ്ചരിച്ച് എത്രയായിരിക്കും? 5-ൽ 2. അപ്പോൾ ആകെയുടെ 5-ൽ 2 ഭാഗം, ആകെയുടെ 5-ൽ 2 ഭാഗമാണ് ഇപ്പോൾ രാജു സഞ്ചരിച്ച ദൂരം. സഞ്ചരിക്കാനുള്ളതല്ല, സഞ്ചരിച്ച ദൂരം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആകെയുടെ 5-ൽ 2 ഇപ്പോൾ രാജു സഞ്ചരിച്ചു കഴിഞ്ഞു. അതാണ് സഞ്ചരിച്ച ദൂരം 10 കിലോമീറ്റർ അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആകെ ദൂരം എന്തായിരിക്കും? ആകെ ദൂരം എന്ന് പറയുന്നത് അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ? 10 അവിടെ ഉണ്ട്, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ കാണാതെ അങ്ങ് പഠിക്കുക. 2/5 അപ്പുറത്ത് പോകുമ്പോൾ 5/2 ആകും എന്ന് പഠിക്കുക. അതല്ലെങ്കിൽ നോർമലി ചിന്തിക്കുക, ഹരിച്ചിരിക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും, ഗുണിച്ചിരിക്കുന്ന 2 താഴേക്ക് പോകും, ഹരിക്കും എന്ന് ഓർമ്മിച്ചാലും മതി. ഏറ്റവും എളുപ്പം 2/5 അപ്പുറത്ത് പോകുമ്പോൾ 5/2 ആയി മാറും എന്ന് പഠിക്കുന്നത്. നോക്കിയേ, ഈ 2ഉം 10ഉം വെട്ടിപ്പോയി. 5 × 5 25 കിലോമീറ്ററാണ് ആകെ സഞ്ചരിക്കാനുള്ളത്. അതിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 25 ഓപ്ഷൻ ഉണ്ടോ നോക്കി? 25 ഓപ്ഷൻ അത് ഉണ്ട്. ഓക്കെ അല്ലേ? നോക്കാം. 2 സംഖ്യകളുടെ തുക 17, അവയുടെ ഗുണനഫലം 72. സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. പറയാം, നോക്കാം. എന്താ പറയുന്നത്? 2 സംഖ്യകളുടെ തുക 12. തുക 17. ഓക്കെ അല്ലേ? 2 സംഖ്യകളുടെ തുക 17ഉം അവയുടെ ഗുണനഫലം 72മാണ്. ഗുണനഫലം 72മാണ് എങ്കിൽ ആ സംഖ്യകളുടെ എന്താണ്? സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ വിൽക്രമങ്ങളുടെ തുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എക്സും വൈയും 2 സംഖ്യകളാണെങ്കിൽ അവയുടെ വിൽക്രമം ഞാൻ കോൺസെപ്റ്റോടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പഠിച്ച ക്വസ്റ്റൻ അല്ല, ഞാൻ കോൺസെപ്റ്റോടെ പറഞ്ഞുതരാം. നമുക്ക് എളുപ്പവഴി പറയാം. 2 സംഖ്യകൾ എക്സും വൈയും ആണ് എങ്കിൽ സംഖ്യകളുടെ വിൽക്രമം, എക്സിന്റെ വിൽക്രമം ആരാ? ഞാൻ പറഞ്ഞു നേരത്തെ. വിൽക്രമം കിട്ടണമെങ്കിൽ 1/8 എഴുതി കൊടുത്താൽ മതി. 1/x. വൈയുടെ വിൽക്രമം ആരാ? 1/y അല്ലേ? ചോദ്യം എന്താണ്? വിൽക്രമങ്ങളുടെ തുക എന്ത്? അപ്പോൾ വിൽക്രമം കിട്ടിയില്ലേ? അതിന്റെ തുക മീൻസ് പ്ലസ് ചെയ്യണം എന്നാണ്. ഒന്ന് പ്ലസ് ചെയ്യാൻ നോക്കാം നമുക്ക്. y × 1 y പ്ലസ് x × 1 x ബൈ x × y അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് x എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ നമുക്ക് തന്നിരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയല്ലേ? എക്സും വൈയും അല്ലേ സംഖ്യകൾ എന്ന് പറയുന്നത്? ആ സംഖ്യകളുടെ തുകയല്ലേ മുകളിൽ? അപ്പോൾ സംഖ്യകളുടെ തുക ബൈ x × y എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യകളുടെ ഗുണനഫലം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വിൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ തുക ബൈ സംഖ്യകളുടെ ഗുണനഫലം എഴുതിയാൽ പോരെ? സംഖ്യകൾ നമുക്ക് ഡയറക്റ്റ് അറിയാം. എന്താണ്? 17. ഗുണനഫലം എന്താണ്? 72. സോ ആൻസർ സിംപ്ലി ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉടനെ എഴുതാം 17/72. അപ്പോൾ എപ്പോഴും പഠിച്ചു വെച്ചോളുക. സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് സംഖ്യകളുടെ തുക ബൈ ഗുണനഫലം. എന്നാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചോളുക. SP എന്നാണ് പഠിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് പോലെ പഠിക്കുന്നത്. SP മീൻസ് ഇത് സം ബൈ പ്രോഡക്റ്റ് എന്നാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വിൽക്രമം ചോദിച്ചു കഴിഞ്ഞാൽ സം ബൈ പ്രോഡക്റ്റ് എന്നാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളുക. ഒറ്റ സ്റ്റെപ്പിൽ ക്വസ്റ്റ്യൻ ഒന്നും എഴുതാതെ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ചെറുത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആവുകയാണ്. അടുത്ത ദിവസം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടഫ് മീൻസ് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളാണ്. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അടുത്ത ദിവസം. അപ്പോൾ നമ്മളിന്ന് തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നത്. അതിലും നമുക്ക് നോക്കി നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താഴെ പറഞ്ഞവ ചെറുതേത് നമുക്കൊന്നുകൊണ്ട് പറഞ്ഞിട്ട് പോവാം. 8/13. ദെൻ ഒരുപാട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എനിവേ 7/12. സോ അടുത്തത് 21/26. ദെൻ അടുത്ത ഏതാണ്?
6/11. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കി എന്താണ് നമ്മൾ ഛേദങ്ങൾ ഒരുപോലല്ല, അംശങ്ങൾ ഒരുപോലല്ല. ഡിഫറൻസ് നോക്കി 13 - 8 5, 12 - 7 5, 26 - 1 5 5. സോ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ പറയാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വലുതോ ചെറുതോ? ചെറുതാണ് ചോദ്യം. അപ്പോൾ ചെറുത് എന്തായിരിക്കും? ചെറിയ അംശവും ചെറിയ ഛേദവും എന്ന് നോക്കുക. ചെറിയ അംശം 8 7 26, ചെറിയ അംശം ഇതല്ലേ, ചെറിയ ഛേദമാണ് ഇതല്ലേ. സോ ആൻസർ ഇസ് 6/11. ഇതാണ് ആൻസർ എന്ന് പറയാം. അപ്പോൾ ഇനിയുണ്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഭിന്നസംഖ്യകൾ തറവായിട്ട് പഠിക്കുകയാണ്. കോൺസെപ്റ്റ് പഠിച്ചു, ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഓക്കെ, നമ്മൾ സെറ്റാവും. അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സജഷൻസ് നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.